പറഞ്ഞ മാവിൻ്റെ അകത്ത് മുക്കി പൊരിച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതുമായിട്ട് അങ്ങോട്ട് പോകാം. അതിൻ്റെ ഒരു പീസ് എടുത്ത് കഴിക്കാം. ഇതിൻ്റെ അകത്ത് മസാലയാണ് അകത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, 2 ബ്രെഡ് എടുത്ത് അതിന് നടുക്കും മസാല ദോശ ഉണ്ടാക്കുന്ന പോലുള്ള മസാല ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കും. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്, പിന്നെ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും. ആ എന്നാലും അവിടെ നിന്ന് അധികം സമയം നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇവിടെ ബോർഡിങ് തുറന്നു. അപ്പം ഞാൻ നമ്മുടെ ഫുഡ് കറക്റ്റ് പാക്കിങ്ങിലാക്കി ഒരു സാൻഡ്വിച്ച് പരുവത്തിൽ ബോക്സിൻ്റെ അകത്താക്കി ഞാൻ മേടിച്ചു. കാരണം വെച്ചാൽ ഒന്നും അവിടെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഇവിടെ അങ്ങനെ ബോർഡിങ് നടന്നു കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ എന്നാലും വെച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് ചുമ്മാ കൊത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ ബാക്കി. അതല്ല, വേറെ മാർഗ്ഗമില്ല. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനെല്ലാത്തിനും കാരണം, ഈ ടെൻഷൻ എല്ലാത്തിനും കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം, ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ ഫ്ലൈറ്റ് മിസ്സായതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ടെൻഷൻ വരില്ല. കാരണം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഫ്ലൈറ്റ് മിസ്സായിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ കാരണം കൊണ്ടല്ല എങ്കിൽ പോലും ഒരു തരത്തിലും നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം, അതായത് ലാസ്റ്റ് തവണ ഞാനിങ്ങനെ വന്നപ്പോൾ ഉണ്ടായ സംഭവം കൊണ്ടാണ് ഇത്രയും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കാനും ഒരു ടെൻഷൻ എടുക്കാനും ഒക്കെ ഒരു കാരണമായത്. ഞാൻ മറ്റൊരു കോമഡി പറഞ്ഞുതരാം. നമ്മൾ കൊച്ചി എയർപോർട്ടിനെ പറ്റി പറഞ്ഞു, ചെറുതാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഓരോ ഗേറ്റിലും ഇനഫായിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര വലിയ എയർപോർട്ടാണ്, ഹൈദരാബാദ് എയർപോർട്ട്. പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് ഞാനിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ? അതായത് മതിലിൻ്റെ സൈഡിലുള്ള ജസ്റ്റ് ഒരു കമ്പിലാണ് ഞാനിരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇതാണ് ഗേറ്റ് നമ്പർ 10 മുമ്പുള്ള സീറ്റിംഗ് കപ്പാസിറ്റി. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ അവിടെ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഗേറ്റിൽ ഇത് 9 സീറ്റാണ് ഇവിടെ. അതോടൊപ്പം 10 ഫ്രണ്ടിലുള്ള സീറ്റാണ്. അപ്പോൾ 2 ഗേറ്റിനുള്ള സീറ്റാണ് ആൾക്കാരുള്ളത്. പിന്നെ ബാക്കിയുള്ള സീറ്റ് ഇതാണ്. അവിടെയൊക്കെ കമ്പ്ലീറ്റ് ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഈ സൈഡിൽ ഫ്രണ്ടിൽ കുറച്ച് സീറ്റുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിപ്പം കൊണ്ട് കാര്യമില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. എന്നാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ